നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17 ചൊവ്വാഴ്ച, കുംഭമാസത്തിലെ അമാവാസി ദിനത്തിൽ സംഭവിക്കുന്ന സൂര്യഗ്രഹണം മൂലം ആൺമക്കൾക്ക് വന്നു ചേരാവുന്ന ദോഷഫലങ്ങളെക്കുറിച്ചും ആൺമക്കളുള്ള മാതാപിതാക്കൾ സൂര്യഗ്രഹണത്തിന് ശേഷം ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സൂര്യഗ്രഹണം ആൺമക്കളെ ദോഷകരമായി ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് സൂര്യൻ പുത്രകാരകനാണ്. അതുകൊണ്ട് തന്നെ സൂര്യഗ്രഹണം ആൺമക്കളെ ദോഷകരമായി ബാധിക്കുന്നു. സൂര്യഗ്രഹണ സമയത്ത് സൂര്യനുമേൽ ഉണ്ടാകുന്ന സ്വാധീനം ആൺകുട്ടികളുടെ ജീവിതത്തിൽ കഠിനമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണം മൂലം ചില ആൺമക്കൾക്ക് അകാല മൃത്യു ദോഷങ്ങൾക്കും അപ്രതീക്ഷിതമായ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടികളുടെ ജാതകത്തിൽ അപമൃത്യു ദോഷങ്ങളുണ്ടെങ്കിൽ ഗ്രഹണത്തിന്റെ സ്വാധീനം മൂലം അത് വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ ആൺമക്കളിൽ പലതരത്തിലുള്ള സ്വഭാവ മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. അതായത് ആൺകുട്ടികളിൽ അമിതമായ വാശി, മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക, പഠനത്തിൽ ശ്രദ്ധയില്ലാതെ വരിക തുടങ്ങിയ നെഗറ്റീവ് സ്വഭാവങ്ങൾ ഉണ്ടാകുവാൻ ഗ്രഹണം കാരണമാകുന്നതാണ്. ഗ്രഹണം നമ്മുടെ നാട്ടിൽ ദൃശ്യമല്ലെങ്കിലും ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്ത് അത് സംഭവിക്കുന്നത് കൊണ്ട് പ്രകൃതിയിൽ അതിൻ്റെ സൂക്ഷ്മമായ സ്വാധീനം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെയും ഗർഭിണികളെയും അത് ബാധിക്കുന്നതുമാണ്. ഗ്രഹണ ദോഷങ്ങൾ മൂലം ചില കുട്ടികൾ ശരിയായി ഭക്ഷണം കഴിക്കാതിരിക്കുക, ശാരീരികമായി ദുർബലരാകുക എന്നിവയും ഉണ്ടാകുന്നതാണ്. ഈ ദോഷങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ഗ്രഹണത്തിന് മുൻപോ അല്ലെങ്കിൽ ഗ്രഹണത്തിന് ശേഷമോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ കുമ്പളങ്ങ ഉപയോഗിച്ച് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു ദൃഷ്ടിദോഷ പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ ആൺമക്കൾക്ക് ഒരു സംരക്ഷണ കവചം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂര്യഗ്രഹണ ദോഷങ്ങൾ അകറ്റുന്നതിനായി ആൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായും ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. അതിനായി ആദ്യം തന്നെ നല്ലൊരു കുമ്പളങ്ങ വാങ്ങുക. കുമ്പളങ്ങ എടുക്കുമ്പോൾ കേടുപാടുകളില്ലാത്ത നല്ല ഫ്രഷായ കുമ്പളങ്ങ നോക്കി തന്നെ എടുക്കുക. കുമ്പളങ്ങ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു വശത്ത് വളരെ ചെറിയൊരു കഷ്ണം മുറിച്ചു മാറ്റുക. ഈ ഒരു കഷ്ണം പിന്നീട് അടച്ചു വെക്കുവാൻ ആവശ്യമായതിനാൽ അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പിന്നീട് കുമ്പളങ്ങയുടെ ഉള്ളിലെ കുറച്ച് ഭാഗം ഒരു സ്പൂൺ ഉപയോഗിച്ച് നീക്കം ചെയ്ത് അവിടെ ചെറിയൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴിയിലേക്ക് 2 സ്പൂൺ കുങ്കുമം, കുറച്ച് കല്ലുപ്പ്, 3 ഉണക്കമുളക്, 1 സ്പൂൺ കടുക്, 1 നാരങ്ങ എന്നിവ വെക്കുക. പിന്നീട് നേരത്തെ മുറിച്ചു മാറ്റിയ കുമ്പളങ്ങ കഷ്ണം ഉപയോഗിച്ച് ആ ദ്വാരം അടയ്ക്കണം. തുടർന്ന് കുമ്പളങ്ങയിൽ മുഴുവനായി മഞ്ഞൾ തേച്ച് കുങ്കുമം കൊണ്ട് പൊട്ടു തൊടുക. അതിനുശേഷം മകനെ വീടിന് പുറത്ത് കിഴക്ക് ദിശയിലേക്ക് നോക്കി ഒരു പലകയിൽ ഇരുത്തുക. വീട്ടിലെ മുതിർന്നവർ ആരെങ്കിലും, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുഴപ്പമില്ല, ഈ കുമ്പളങ്ങ ഉപയോഗിച്ച് മകനെ ദൃഷ്ടി ഒഴിയേണ്ടതാണ്. 3 തവണ വലത്തോട്ടും 3 തവണ ഇടത്തോട്ടും ഒഴിയുക. ഇനി നിങ്ങളുടെ മകൻ കൂടെ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ വീഡിയോ കോൾ വഴി ഫോണിന് മുന്നിൽ വെച്ചും ഇതേ രീതിയിൽ ദൃഷ്ടി ഒഴിയാവുന്നതാണ്. ദൃഷ്ടി ഒഴിഞ്ഞ ശേഷം ഈ കുമ്പളങ്ങ വീട്ടിലുള്ള പുരുഷന്മാർ ആരെങ്കിലും ഒരാൾ ദൂരെയുള്ള ആൾ താമസമില്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ആളില്ലാത്ത ഇടവഴിയിലോ അങ്ങനെ ആളൊന്നുമില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കുമ്പളങ്ങ കൊണ്ടുപോയി നിലത്തടിച്ചു പൊട്ടിക്കേണ്ടതാണ്. കുമ്പളങ്ങ ഉടച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കാതെ നേരെ വീട്ടിലേക്ക് പോകുക. വീട്ടിൽ കയറുന്നതിന് മുൻപ് കൈകാലുകൾ നന്നായി കഴുകേണ്ടതാണ്. അതായത് ഒഴിഞ്ഞ വ്യക്തിയും മകനും കാലുകൾ കഴുകി മാത്രമേ വീടിനുള്ളിൽ പ്രവേശിക്കാവൂ. ഇനി ഈ ഒരു പരിഹാരം ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ ഗ്രഹണം കഴിഞ്ഞ ദിവസം രാത്രി, അതായത് 17-ാം തീയതി രാത്രിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം, അതായത് 18-ാം തീയതി രാത്രിയിലോ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. രാത്രി സമയത്ത് ഈ ഒരു പരിഹാരം ചെയ്താൽ വളരെ പെട്ടെന്ന് ഫലമുണ്ടാകുന്നതാണ്. 6 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളും ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. കുമ്പളങ്ങയ്ക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കുവാനുള്ള കഴിവ് കൂടുതലാണ്. മാത്രമല്ല ഇതിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ്
കടുക്, മുളക് തുടങ്ങിയവയ്ക്ക് എല്ലാ ദോഷങ്ങളെ നീക്കം ചെയ്യുവാനുള്ള ശക്തിയുമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ജാതകത്തിലുള്ള അപകടകരമായ ദോഷങ്ങൾ നീങ്ങുകയും അവർക്ക് സംരക്ഷണം ലഭിക്കുന്നതുമാണ്. ഇനി ഗ്രഹണ സമയത്ത് ആൺമക്കൾ മാത്രമല്ല, സൂര്യഗ്രഹണ സമയത്ത് ഗർഭിണികളും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഗ്രഹണ സമയത്ത് ഗർഭിണികൾ അനാവശ്യമായി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. ഈ സമയത്ത് വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയും ജോലികളൊന്നും ചെയ്യാതെ വിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഗ്രഹണ സമയത്ത് പച്ചക്കറികൾ അരിയുന്നതോ സൂചി ഉപയോഗിച്ച് തുന്നുന്നതോ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതോ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങിയാൽ അത് ജനിക്കാൻ പോകുന്ന കുട്ടിയെ ദോഷകരമായി ബാധിക്കുന്നതാണ്. മാത്രമല്ല, കുട്ടിയുടെ ശരീരത്തിൽ ഗ്രഹണമുറി അതായത് എക്ലിപ്സ് മാർക്സ് പോലെയുള്ള പാടുകൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുവാനോ ഇത് കാരണമാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്രഹണ സമയത്തെ ദോഷഫലങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനായി ഈ ഒരു സമയത്ത് ഈശ്വരനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. പൊതുവായി ഗ്രഹണ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുകയോ അല്ലെങ്കിൽ അത് കഴിക്കുകയോ ചെയ്യാറില്ല. എന്നാൽ ഈ ഗ്രഹണം നമ്മുടെ നാട്ടിൽ ദൃശ്യമല്ലാത്തതിനാൽ അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഗ്രഹണ ദിവസം കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പുറത്തുനിന്നുള്ള ഭക്ഷണം നൽകുന്നത് ഒഴിവാക്കേണ്ടതാണ്. അവർക്ക് വീട്ടിൽ തന്നെ പാകം ചെയ്ത പുതിയ ഭക്ഷണം മാത്രമേ നൽകാവൂ. ഇനി ആൺമക്കളുള്ള മാതാപിതാക്കൾ ഗ്രഹണത്തിന് ശേഷം ഗോതമ്പ് നിങ്ങളുടെ മക്കളെ കൊണ്ട് തന്നെ ദാനം നൽകുന്നതും വളരെ നല്ലതാണ്. ഈ ദാനകർമ്മം ചെയ്യുന്നതിലൂടെ ആൺമക്കളുടെ ദോഷങ്ങൾ അകറ്റുവാൻ സഹായിക്കുന്നതാണ്. എങ്കിലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ ഇത് ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ കുമ്പളങ്ങ ഉപയോഗിച്ചുള്ള പരിഹാരം നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഗ്രഹണ സമയത്ത് പ്രകൃതിയിൽ എതിർദിശയിലുള്ള ഊർജവും തീവ്രമായ രശ്മികളും കൂടുതലായി വ്യാപിച്ചിരിക്കുന്നതിനാൽ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. ഈ സമയത്ത് പുറത്തിറങ്ങി ചുറ്റിക്കറങ്ങുന്നത് ഗുണകരമല്ല. ഗ്രഹണത്തിന്റെ സ്വാധീനം കാരണം ഡ്രൈവ് ചെയ്യുമ്പോഴോ ദീർഘദൂര യാത്രകൾ നടത്തുമ്പോഴോ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരികയും ഇത് വിപത്തുകൾക്കും പലതരത്തിലുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നതാണ്. ഗ്രഹണ സമയത്ത് വാഹനങ്ങൾ ഓടിക്കുന്നതോ ദീർഘദൂര യാത്രകൾ പ്ലാൻ ചെയ്യുന്നതോ ഒഴിവാക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ, അശ്രദ്ധ മൂലം സംഭവിക്കുവാനിടയുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാനും പ്രകൃതിയിലെ നൂതന രശ്മികളിൽ നിന്ന് രക്ഷ നേടാനുമാണ് ഗ്രഹണ സമയത്ത് യാത്രകൾ പാടില്ല എന്ന് പറയുന്നത്. ഇനി സൂര്യഗ്രഹണ ദോഷം മാറ്റാനുള്ള ഈ ഒരു പരിഹാരത്തിന് കുമ്പളങ്ങ തന്നെയാണ് എടുക്കേണ്ടത്. കുമ്പളങ്ങയ്ക്ക് പകരം മറ്റൊരു വസ്തുക്കളും എടുക്കുവാൻ പാടില്ല. കാരണം നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് ഊർജത്തെയും ദോഷകരമായ തരംഗങ്ങളെയും വളരെ വേഗത്തിൽ വലിച്ചെടുക്കുവാനുള്ള പ്രത്യേക ശക്തി കുമ്പളങ്ങയ്ക്ക് മാത്രമാണുള്ളത്. മാത്രമല്ല, ജ്യോതിഷ ശാസ്ത്രത്തിൽ കുമ്പളങ്ങയെ കൂഷ്മാണ്ഡം എന്നാണ് വിളിക്കുന്നത്. ദൃഷ്ടിദോഷങ്ങൾ നീക്കം ചെയ്യാനും ദുഷ്ടശക്തികളുടെ സ്വാധീനം ഇല്ലാതാക്കുവാനും കുമ്പളങ്ങ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെൺകുട്ടികൾക്ക് ഈ ഗ്രഹണം മൂലം ദോഷഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. അതുകൊണ്ട് ഗ്രഹണം മൂലം ആൺമക്കൾക്കുണ്ടാകുന്ന അപകട ദോഷങ്ങളും മറ്റു പ്രത്യാഘാതങ്ങളും പൂർണ്ണമായും നീക്കം ചെയ്യുവാൻ ആൺമക്കളുള്ള മാതാപിതാക്കൾ നിർബന്ധമായും ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.